റീൽ എന്നാൽ ഇന്നർത്ഥം വേറെയാണ്. ആ വാക്ക് സിനിമയുമായി അകന്നു പോകുകയാണ് കാലം ചെല്ലുന്തോറും. റീലില്ലാത്ത സിനിമയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിശ്ചയിക്കുന്ന വിധികർത്താക്കൾക്കു മുന്നിൽ. 2024-ൽ മലയാള സിനിമ തിരിഞ്ഞ വഴികളും ആ വഴികളിലൂടെ ചുവരെഴുത്തുകളും ജൂറിക്ക് മുന്നിൽ തെളിയുകയാണ്. വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരത്തിനായി രംഗത്തുള്ള ചില സിനിമകളുടെ സവിശേഷതകൾ മാത്രം പറയാം. മമ്മൂട്ടിയുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാവം കൊണ്ട് ഭ്രമികം, 200 കോടി ക്ലബ്ബിൽ കയറിയ മുന്നേറിയ മഞ്ഞുമൽ ബോയ്സ്, വിഖ്യാതമായ കാൻ ചലച്ചിത്രമേളയിൽ മികവ് കാട്ടിയ ഓൾ ഇൻ ഇമാജ് ആൻഡ് ലൈറ്റ്, കേരള ക്യാമ്പസിലുള്ള ട്രെൻഡ് സെറ്ററായ പ്രേമലു, ക്രൂരത കടന്നുപോയ വിമർശനം കേട്ട മാർക്കോ, IFFയിൽ 2 പുരസ്കാരങ്ങൾ നേടിയ ഫെമിനിസ്റ്റ് ഫാത്തിമ, ത്രിമാന ചിത്രങ്ങളായ MRM, ARMും ബാറോസും അങ്ങനെ കാഴ്ച വൈപുല്യം ജൂറിക്ക് മുന്നിൽ ഒഴുകുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും മമ്മൂട്ടി മികച്ച നടനാവാൻ മത്സരരംഗത്തുണ്ട്. പ്രമേയത്തിലെ കൊടുമൺ പോറ്റിക്ക് മമ്മൂട്ടി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളുമായി ഒരു സാമ്യവുമില്ല. കറുപ്പും വെളുപ്പുമായി പ്രേക്ഷകരുടെ മുന്നിലെത്തിയ പ്രമേയം വിധികർത്താക്കൾ എങ്ങനെ സ്വീകരിക്കും? മമ്മൂട്ടിയുടെ തന്നെ ടർബോ എന്ന ചിത്രം ചലച്ചിത്ര പുരസ്കാരത്തിന് പങ്കെടുക്കുന്ന ചിത്രങ്ങളുടെ പട്ടികയിലുണ്ട്. ഒരു വർഷം തന്നെ ഒരു നടന്റെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ മുമ്പ് ജൂറി പരിഗണിച്ചിട്ടുണ്ട്. 2022-ൽ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ ജെയിൻ സുന്ദരം എന്നീ കഥാപാത്രങ്ങൾക്കായി മമ്മൂട്ടി മിന്നി മാറിയപ്പോൾ സംസ്ഥാന പുരസ്കാരം തേടിയെത്തി. 2021-ൽ മമ്മൂട്ടി അവതരിപ്പിച്ച കാതർ ദ കോറിലെ മാത്യു ദേവസിയും കണ്ണൂർ സ്ക്വാഡിലെ ASI ജോർജ് മാർട്ടിനും ജൂറിയുടെ ശ്രദ്ധ നേടിയതാണ്. എന്നാൽ അവസാന വട്ടം ആടുജീവിതത്തിലെ നജീബിനെ അവതരിപ്പിച്ച പൃഥ്വിരാജിനായിരുന്നു പുരസ്കാരം. ഇത്തവണ മമ്മൂട്ടിയെപ്പോലെ തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരുപിടി നടന്മാർ തന്നെ രംഗത്തുണ്ട്. കിഷ്കിന്ധാകാരത്തിലെ വിമുക്തഭടനായ അപ്പുപിള്ളയെ അവതരിപ്പിച്ച വിജയരാഘവനാണ് ഇതിനു മുന്നിൽ. ഇതിന് തന്നെ അപ്പുപിള്ളയുടെ മകനായ അജയ് ചന്ദനെ അവതരിപ്പിച്ച ആസിഫ് അലി മികച്ച നടനാകാൻ രംഗത്തുണ്ട്. ആസിഫ് അലി രേഖാചിത്രത്തിൽ അവതരിപ്പിച്ച സർക്കിൾ ഇൻസ്പെക്ടർ വിവേക് ഗോപിനാഥ് ജൂറിക്ക് മുൻപിൽ വരും. ആവേശത്തിലെ രംഗണ്ണനെ അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ? ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച രഞ്ജിൻ ഗംഗാധരൻ അഥവാ രംഗണ്ണൻ എന്ന ഗ്യാങ് ലീഡറായി ഫഹദ് ഉറഞ്ഞു തുള്ളുകയായിരുന്നല്ലോ. ARMലെ ചിത്രത്തിലെ 3 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ടൊവിനോ തോമസിനും ജൂറിക്ക് അവഗണിക്കാനാവില്ല. അജയൻ, മണിയൻ, കുഞ്ഞിക്കേളു എന്നീ വേഷങ്ങളിൽ ടൊവിനോ ഏറെ അധ്വാനിച്ച് അവതരിപ്പിച്ച കഥാപാത്രങ്ങളാണ്. നടിമാരുടെ കാര്യത്തിലും കടുത്ത മത്സരം കാണാം. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ പ്രഭയെ അവതരിപ്പിച്ച കനി കുസൃതി, രേഖാചിത്രത്തിലെ രേഖാ പത്രോസിനെ അവതരിപ്പിച്ച അനശ്വര രാജൻ, ബോഗൻവില്ലയിലെ റീതു എന്ന എസ്തർ ഇമാനുവലായി മാറിയ ജ്യോതിർമയി, ARMലെ മണിയന്റെ ഭാര്യയും അജയന്റെ മുത്തശ്ശിയുമായി വരുന്ന മാണിക്യത്തെ അവതരിപ്പിച്ച സുരഭി ലക്ഷ്മി, ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന ചിത്രത്തിലെ ഫാത്തിമയെ അവതരിപ്പിച്ച ഷംല ഹംസ എന്നിവരാണ് മികച്ച നടിമാരാനുള്ള യോഗ്യതയുള്ളവർ. സൂക്ഷ്മദർശിനിയിലെ പ്രിയദർശിനിയെ അവതരിപ്പിച്ച നസ്രിയ നസീമും പരിഗണിക്കേണ്ടി വരും. പ്രേക്ഷകർ കണ്ടതും 200 കോടി ക്ലബ്ബിൽ കടന്നതുമായ ചിത്രങ്ങൾ ഇത്തവണ മത്സരത്തിനുണ്ട്. മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലെ ആദ്യ 200 കോടി കടന്ന ചിത്രമെന്ന വിശേഷണത്തോടാണ് എത്തുന്നത്. ഇപ്പോഴത്തെ തെലുങ്ക് നടൻ നസ്രീൻ നായകനായ പ്രേമലു എന്ന പടംവാരി ചിത്രം, തിയേറ്ററിൽ ആവേശമായ ആവേശം, 3D ചിത്രം ARM, ബോഗൻവില്ല, രേഖാചിത്രം, കിഷ്കിന്ധാകാന്ഡം, ഭ്രമയുഗം, ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ മലൈക്കോട്ടെ വാലിബൻ, മമ്മൂട്ടിയുടെ ടർബോ, പായൽ കപാഡിയ ഒരുക്കിയ രാജേന്ദ്ര സത്യൻ എഴുതിയ ഓൾ വി ഇമാജിൻ ആൻഡ് ലൈറ്റ് തുടങ്ങിയ ചിത്രങ്ങളും വിവിധ വിഭാഗങ്ങളിലുള്ള പുരസ്കാരങ്ങളിൽ പരിഗണിക്കപ്പെടാം.